പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ മംഗളാചരണം ചെയ്ത്, മംഗളാചരണം ഏറ്റവും പ്രസിദ്ധമായ മംഗളാചരണമാണ്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യഃ എന്ന് പ്രസിദ്ധമായ, പിന്നീട് ഏറ്റവും അധികം ആചാര്യന്മാരാൽ എടുത്തുദ്ധരിക്കപ്പെട്ട മംഗളാചരണത്തോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം ഉഷാവ അശ്വസ്യ എന്ന് തുടങ്ങുന്നത് വാചസ്പനേയി ബ്രാഹ്മണ ഉപനിഷത്താണ്. വാചസ്പനേയി ബ്രാഹ്മണത്തിലെ ശതപഥത്തിലെ ഉപനിഷത്താണ്. അതിൻ്റെ ഒരു വളരെ ലഘുവായ ലളിതമായൊരു വൃത്തി ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉപനിഷത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു. ഏതൊരു വിദ്യയെ ഏറ്റവും അരികിൽ നല്ലപോലെ സാക്ഷാത്കരിച്ചാൽ അജ്ഞാനം നശിക്കുമോ, കർമ്മബന്ധനം ക്ഷയിക്കുമോ തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളൊക്കെ പറഞ്ഞു. ഇത് ബൃഹത്താണ്. ഇത് അരണ്യത്തിൽ മനനം ചെയ്യുന്നതാണ്. അതുകൊണ്ടിത് ബൃഹദാരണ്യകമാണ്. വിഷയം കൊണ്ടിത് ഉപനിഷത്താണ്. അതുകൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്താണ് എന്ന് പറഞ്ഞു. തുടർന്ന് ജന്മാന്തര സംബന്ധിയായ ആത്മാസ്തിത്വ വിജ്ഞാനത്തിലാണ് ജന്മാന്തര ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരേച്ഛ വരിക. ജന്മാന്തര കൃത ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ടപരിഹാരത്തിനുമുള്ള ഇച്ഛ ഉണ്ടാകുന്നു. ജന്മാന്തരമായി സംബന്ധിയായ ആത്മാസ്തിത്വത്തിന് ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരത്തിനായിക്കൊണ്ട് ശാസ്ത്രം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വിവിധ ഉപനിഷത്തുക്കളിൽ നിന്ന് ആത്മസ്വരൂപത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഉണ്മയാണെല്ലാം, ഉണ്മയിലാണെല്ലാം കുടികൊള്ളുന്നത് എന്ന അർത്ഥത്തിലുള്ള കുറേ ഉദ്ധരണികൾ എടുത്ത് കാണിച്ചു. അപ്പോൾ സകല ഉപാധികളിൽ നിന്നും വ്യതിരിക്തമായ ആത്മാവിൻ്റെ അസ്തിത്വത്തെ എടുത്തു കാണിച്ചു എന്നർത്ഥം. അതുവരെയാണ് വായിച്ച് വെച്ചത്. ഇതൊക്കെ ദിവസവും വായിച്ചാലേ ബന്ധം കിട്ടൂ, അല്ലെങ്കിൽ ഒരു ബന്ധം കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വായിക്കണത്. പിന്നെ എവിടെ ബന്ധം കിട്ടാനാ? പക്ഷെ അങ്ങനെ അല്ലാണ്ട് പറ്റില്ലല്ലോ. മന്ത്രം തുടങ്ങിയാൽ കുറച്ചും കൂടി എളുപ്പമാവും. പക്ഷെ ഇവിടെ വളരെ ദീർഘമായൊരു ഭാഷ്യമുണ്ട്. വളരെ ദീർഘമാണ് ഭാഷ്യം. അപ്പോൾ ആത്മാസ്തിത്വ വിഷയത്തിന് പ്രമാണമാണ് ശാസ്ത്രം, അഥവാ ശാസ്ത്രം ആത്മാസ്തിത്വത്തെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് തുടരുന്നത്, തത് പ്രത്യക്ഷ വിഷയമേവ ഇതി ചേത് ന വാദി വിപ്രതിപത്തി ദർശനാത് നഹി ദേഹാന്തര സംബന്ധിനഃ ആത്മനഃ പ്രത്യക്ഷേണ അസ്തിത്വവിജ്ഞാനേ ലോകായതികാഃ ബൗദ്ധശ്ച നഃ പ്രതികൂലാഃ സ്യുഃ ന അസ്തി ആത്മാ ഇതി വദന്തഃ
ന ഹി ഘടാദൗ പ്രത്യക്ഷവിഷയെ കശ്ചിത് വിപ്രതിപദ്യതേ നാസ്തി ഘട ഇതി സ്ഥാണ്വാദൗ പുരുഷാദിദർശനാത് ന ഇതി ചേത് ന നിരൂപിതേ അഭാവാത്. ന ഹി പ്രത്യക്ഷേണ നിരൂപിതേ സ്ഥാണ്വാദൗ വിപ്രതിപത്തി ഭവതി. വൈനാശികാഃ തു അഹം ഇതി പ്രത്യയേ ജായമാനേ അപി ദേഹാന്തരവ്യതിരിക്തസ്യ നാസ്തിത്വമേവ പ്രതിജാനതേ. തസ്മാത് പ്രത്യക്ഷവിഷയവൈലക്ഷണ്യാത് പ്രത്യക്ഷാത് ന ആത്മാസ്തിത്വസിദ്ധി. തത് പ്രത്യക്ഷവിഷയമേവ ഇതി ചേത് ന വാദിവിപ്രതിപത്തിദർശനാത് നഹി ദേഹാന്തരസംബന്ധിനഃ ആത്മനഃ പ്രത്യക്ഷേണ അസ്തിത്വവിജ്ഞാനേ ലോകായതികാഃ ബൗദ്ധശ്ച ന പ്രതികൂലാഃ സ്യുഃ ന അസ്തി ആത്മാ ഇതി വദന്തഃ. നഹി ഘടാദൗ പ്രത്യക്ഷവിഷയേ കശ്ചിത് വിപ്രതിപദ്യതേ നാസ്തി ഘട ഇതി സ്ഥാണ്വാദൗ പുരുഷാദിദർശനാത് ന ഇതി ചേത് ന നിരൂപിതേ അഭാവാത്. നഹി പ്രത്യക്ഷേണ നിരൂപിതേ സ്ഥാണ്വാദൗ വിപ്രതിപത്തി ഭവതി. വൈനാശികാഃ തു അഹമിതി പ്രത്യയേ ജായമാനേ അപി ദേഹാന്തരവ്യതിരിക്തസ്യ നാസ്തിത്വമേവ പ്രതിജാനതേ. തസ്മാത് പ്രത്യക്ഷവിഷയവൈലക്ഷണ്യാത് പ്രത്യക്ഷാത് ന ആത്മാസ്തിത്വസിദ്ധി. അപ്പം ഇവിടെ ഒരു പ്രശ്നം വരികയാണ്. ദേഹാന്തര സംബന്ധിയായ ആത്മാസ്തിത്വ വിജ്ഞാനത്തിനായിക്കൊണ്ട് ശാസ്ത്രം പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനാണ് കുറേ ഉദ്ധരണികളൊക്കെ കാണിച്ചത്. എന്തപ്പം ഇതിൻ്റെ ആവശ്യം? ആത്മാവിഷയത്തിൽ പ്രത്യക്ഷം തന്നെ പോരേ എന്നാ ചോദ്യം. തത് പ്രത്യക്ഷ വിഷയമേവ ഇത് ചെയ്ത് അത് പ്രത്യക്ഷ വിഷയം തന്നെയാണല്ലോ. എന്ത്? ആത്മാസ്തിത്വം, ആത്മാവുണ്ട്, ദേഹവിലക്ഷണമായിട്ടൊരാത്മാവുണ്ട്. ഒന്നുകൂടി പറയാം, ദേഹവിലക്ഷണമായിട്ടൊരാത്മാവുണ്ട്, അത് ദേഹാന്തര സംബന്ധിയാണ് എന്നുള്ളതിന് പ്രത്യക്ഷം തന്നെ പോരേന്നാണ് ചോദിക്കണത്. ഒരു വിഷയം ശ്രദ്ധിക്കണം. ഉപനിഷത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും മൂഢന്മാരൊന്നുമല്ല. അപ്പോൾ സിദ്ധാന്തത്തിന് അനുകൂലമല്ലെങ്കിൽ പോലും അയാളെ നമ്മൾ മൂഢനെന്ന് പറയരുത്, അയാൾ വിദ്വാനാണ്. അപ്പോൾ അയാളുടെ വാദത്തിനും കഴമ്പ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നോക്കൂ, ഇപ്പം നമ്മളൊക്കെ ഇരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, ഓടുന്നു, ചാടുന്നു, മലമൂത്രാദി വിസർജനം ചെയ്യുന്നു, ലൈംഗിക ചേഷ്ടകളെ ചെയ്യുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ചിന്തിക്കുന്നു, നിശ്ചയിക്കുന്നു, ഓർമ്മിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കരണങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ കരണങ്ങളോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ കരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതായൊരു ചൈതന്യത്തെ നമ്മൾ കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ചൈതന്യം വിട്ടു പോയാൽ അഥവാ മരിച്ചാൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പം പ്രത്യക്ഷമായി കണ്ടാൽ തന്നെ നമുക്കറിയും എന്ത്? കാണാത്ത എന്തോന്നുണ്ടോ എന്നുള്ളത്. ഇല്ല, ഉണ്ടല്ലോ. പ്രത്യക്ഷമായി കണ്ടാൽ തന്നെ നമുക്കറിയും എന്ത്? കാണാത്തതുണ്ട് എന്നുള്ളത്.
അതില്ലാച്ചാൽ ഒക്കെ ജഡമായി. അതുണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ കാണുന്നു, അറിയുന്നു. അപ്പോൾ പ്രത്യക്ഷം തന്നെ പോരേന്നാണ് ചോദിക്കണത് ആത്മാസ്തിത്വത്തിൽ. 2, ജന്മാന്തര സംബന്ധിയായിരിക്കുന്ന ആത്മവിഷയത്തിലും പ്രത്യക്ഷം തന്നെ പോരേന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു അച്ഛന് ഒരു അമ്മയ്ക്ക് ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ അവർ വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 2, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അതത് ഭിന്ന സംസ്കാരമുണ്ട് എന്നുള്ളത് ഉറപ്പായി. ആ ഭിന്ന സംസ്കാരം ജന്മനാ തന്നെ ഓരോരുത്തരും കൊണ്ടുവന്നതാണെന്നുള്ളതും പ്രത്യക്ഷമായി നിരൂപണം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആത്മാവുണ്ട് എന്നുള്ള വിഷയത്തിലും ജന്മാന്തര സംബന്ധിയായ ആത്മാവുണ്ട് എന്നുള്ള വിഷയത്തിലും പ്രത്യക്ഷം തന്നെ പോരേ പ്രമാണം. പിന്നെ എന്തിനാ ഈ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? വാദിവിപ്രതിപത്തി ദർശനാത്, വാദികൾക്ക് വിപ്രതിപത്തി ഉള്ളത് കൊണ്ട്. എല്ലാവരും ഒരഭിപ്രായക്കാരല്ല. എല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം ഉണ്ടാവുമോ? എന്താ അഭിപ്രായം? രണ്ട് കൂട്ടണം 2 = 4. ശരിയോ തെറ്റോ? എന്താ അഭിപ്രായം? ശരിയാ? എന്നാ ഞാൻ പറയാം. 2 ചക്ക + 2 ചക്ക = 4 ചക്ക. സംശയമില്ലല്ലോ. 2 മാങ്ങ + 2 ചക്ക = അത് പറ്റില്ല. അതെങ്ങനെയത്? 4 ഫലം. അത് ശരി, 4 ഫലം ആയിക്കോട്ടെ. 4 ഫലം + 4 മനുഷ്യന്മാർ. 4 + 4 8 അല്ല? എങ്ങനെയത്? 8 വസ്തുക്കൾ ആയിക്കോട്ടെ. 8 വസ്തുക്കൾ + 8 ദേവതകൾ. 8 × 8 = 16 ആണല്ലോ. പ്രശ്നമാണ്. വെറുതെ പറയുകയാണ്. എല്ലാത്തിനും നമുക്ക് അഭിപ്രായം അയക്കേണ്ടത്. അഭിപ്രായം അയക്കുകയൊന്നുമില്ല, വെറുതെ പറയണതാണ്. ഒരു വിഡിത്തം പറയും, മാത്തമാറ്റിക്കൽ പ്രസിഷൻ എന്നൊക്കെ പറയും. എല്ലാം ആപേക്ഷികമാണ്. ആപേക്ഷികമല്ലാത്ത ഒരു വസ്തുവില്ല. അതെ, നമ്മളൊക്കെ പറയാറുണ്ട് ഗണിത കർക്കശം ഇല്ലേ എന്നൊക്കെ പറയാറുണ്ട്. എന്ത് ഗണിത കർക്കശം? ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ വാദികൾക്ക് വിപ്രതിപത്തി ഉള്ളത് കൊണ്ട്, വിപരീത അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് പ്രത്യക്ഷം മാത്രം മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. വാദികൾക്ക് ഒരഭിപ്രായമല്ല, ഒന്നിനൊരഭിപ്രായം അല്ല എന്ന് പറയാനാണ് ഇപ്പോൾ ഈ സംഖ്യേൻ്റെ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഒന്നിനും അഭിപ്രായം ഒന്നൊന്നുമല്ല ആണെന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ വേറെയും ദൃഷ്ടാന്തം പറയാം. ശരി. നഹി ദേഹാന്തര സംബന്ധിനഃ ആത്മനഃ പ്രത്യക്ഷേണ അസ്തിത്വവിജ്ഞാനേ ലോകായതികഃ ബൗദ്ധശ്ച നഃ പ്രതികൂലാഃ സ്യുഃ. ദേഹാന്തര സംബന്ധിയായ ഒരു ആത്മാവുണ്ട് എന്ന വിഷയത്തിൽ, ശ്രദ്ധിക്കണേ, ദേഹാന്തര സംബന്ധിയായ ഒരാത്മാവുണ്ട് എന്ന വിഷയത്തിൽ ലൗകായതികന്മാരും, അതായത് ചാർവാകന്മാരും ബൗദ്ധന്മാരും നഹ നമ്മളോട് പ്രതികൂലന്മാരാണ്. നമ്മൾ പറയുന്നു ദേഹാന്തര സംബന്ധിയായ ആത്മാവുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ലോകായതികന്മാർ, ലോകത്തിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പക്ഷക്കാരാണത്. ലോകത്തിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവർ പ്രത്യക്ഷവാദികൾ. പ്രത്യക്ഷവാദം ഏറ്റവും വിഡ്ഢിത്താണ്. പക്ഷെ പ്രത്യക്ഷവാദികളാണ് ചാർവാകന്മാർ.
ലൗകായതികന്മാർ. കണ്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ, കണ്ടത് വിശ്വസിക്കണം എന്നാണ് അവർ പറയണത്. കണ്ടത് വിശ്വസിക്കാൻ പാടുണ്ടോ? പ്രശ്നമാണ് കണ്ടത് വിശ്വസിച്ചാൽ. കണ്ടതൊക്കെ വിശ്വസിച്ചാൽ പ്രശ്നമാണ്. കാണാത്തത് വിശ്വസിക്കാതിരുന്നാലും പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരാൾ ഓടി വരികയാണ്, സ്വാമി ഒന്ന് എൻ്റെ കണ്ണിലൊന്ന് നോക്കുമോ? എന്താടാ, എൻ്റെ കണ്ണിലൊരു പൊടി പോയിട്ടുണ്ട്. നീ എന്തുകൊണ്ടാണ് പൊടി കാണുന്നത്? നീ എന്തുകൊണ്ടാണ് പൊടി കാണുന്നത്? പറയൂ. കണ്ണുകൊണ്ട്. അപ്പം നിൻ്റെ കണ്ണുകൊണ്ടല്ലേ നീ കാണുന്നത്, പിന്നെ നിൻ്റെ കണ്ണ് പൊടി പോയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കണോ? എന്ത് പൊട്ടനാണിത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ കണ്ണുകൊണ്ടാണ് നീ ലോകത്തെ കാണുന്നത്, പൊടി കാണുന്നത്. ആ നിൻ്റെ കണ്ണിൽ പൊടി പോയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കണോ? അപ്പോൾ അതിസന്നികർഷാത്, അത്യന്തം അടുത്താണെങ്കിൽ കാണാനൊക്കില്ല. ഒരു പരിധിയിലധികം ദൂരെയാണെങ്കിൽ കാണാനൊക്കില്ല. ഇനി ഉപാധിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ കാണാനൊക്കില്ല. കണ്ണിന് കാഴ്ചശക്തി പോയി, മുമ്പിൽ ആൾ വന്നു വന്നാലും കാണുന്നില്ല. തിമിരാതി ക്ലേശം വന്നപ്പോൾ ഒരു ചന്ദ്രനെ നോക്കിയപ്പോൾ 2 ചന്ദ്രൻ, ആകാശത്ത് 2 ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടെന്ന്. ശരിയോ തെറ്റോ? എൻ്റെ അനുഭവത്തിൽ ശരി, പക്ഷെ നിങ്ങൾ പറയും തെറ്റ്. അല്ല ഞാൻ കാണണോ? സാരമില്ല, ഒന്ന് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നോളൂ, എന്നാൽ ശരിക്ക് കണ്ടോളൂ. അത്രയേ ഉള്ളൂ. അപ്പം പ്രത്യക്ഷം ശരിയാണോ? അല്ല, അല്ല എന്നുറപ്പാണ്. വളരെ ഒരു പരിധിയിൽപ്പെട്ട ശബ്ദത്തെ മാത്രമേ മനുഷ്യന് കേൾക്കാൻ കഴിയൂ. അതിൽ കൂടിയാലും കേൾക്കില്ല, കുറഞ്ഞാലും കേൾക്കില്ല. ഒരു പ്രത്യേക പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൽ കൂടിയാലും കുറഞ്ഞാലും രൂപം നമുക്ക് കാണില്ല. രൂപം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പട്ടിയോട് വർത്തമാനം പറയാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. പട്ടി പറയാണ്, എന്ത്, അതാ ഒരു രൂപം ഞാൻ കാണുന്നുണ്ട്. എടാ ഞാൻ കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും. അയ്യോ ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് തോരിയിടും. ചിലപ്പോൾ അത് പേടിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നുമില്ല. അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ പൂച്ച ശബ്ദം ഞാൻ കേൾക്കണമെന്ന് പറയുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട പൂച്ചയാണ്, ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്ത് ശ്രമിച്ചിട്ടും കേൾക്കണില്ല. അത് പഴയ കഥയിലുണ്ട്, പൂച്ചേനെയും പട്ടീനെയും കാവലാക്കി പോയ കഥയൊക്കെ. അവിടെ പട്ടിക്ക് ആ കേൾവി ശക്തി കൂടുതൽ, ആ കഥയിൽ പൂച്ചയ്ക്ക് കാഴ്ചശക്തി കൂടുതൽ. അത്രയേ ഉള്ളൂ. പട്ടി പുറമേ നിന്ന് ചോദിച്ചു, അകത്തെന്താ വലിയൊരു സ്ഫോടനം നടന്നിട്ടുണ്ടല്ലോ. ഉടനെ പൂച്ച പറഞ്ഞു, അത് എലീൻ്റെ രോമം വീണതാണ്. അത്രയേ ഉള്ളൂ, അത്രേ പ്രശ്നമുള്ളൂ. അപ്പം നമ്മളിത് ആപേക്ഷികമാണ്, മനസ്സിലാക്കുക, ആപേക്ഷികമാണ്. അപ്പോൾ ലൗകായതികന്മാരുടെ വീക്ഷണം ശരിയല്ല എങ്കിൽ തന്നെ അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ? അവർ പറയുന്നത് ആത്മാവ് എന്നൊന്നില്ല എന്നാണ്. എന്തുകൊണ്ടില്ല? കാണാത്തതുകൊണ്ട് ഇല്ല. പിന്നെ ബൗദ്ധന്മാർ പറയണത് ശൂന്യം, ആത്യന്തികമായി ഒന്നുമില്ല എന്നാണ്. പിന്നെ ബൗദ്ധരിൽ ക്ഷണികവാദികളുണ്ട്, അത് സ്ഥായിയായിട്ടൊന്നില്ല എന്നാണ് അവർ പറയുന്നത്. വേദാന്തം പറയുന്നത് സ്ഥായിയായിട്ട് ആത്മാവുണ്ട് എന്നാണ്. ബൗദ്ധരിൽ പ്രധാനപ്പെട്ട 2 പക്ഷമാണ്. ഒന്ന് ക്ഷണികവാദികൾ, ക്ഷണിക വിജ്ഞാനവാദികൾ, 2 ശൂന്യവാദികൾ. അപ്പോൾ ശൂന്യവാദികൾ പറയുന്നു ഒന്നുമില്ല, ശൂന്യം. ക്ഷണിക വിജ്ഞാനവാദികൾ പറയുന്നു എല്ലാം ക്ഷണികം. ഈ രണ്ട് കൂട്ടരും, ബൗദ്ധന്മാരും ലൗകായതികന്മാരും, നമ്മളോട് വെച്ചാൽ നമ്മളോട് എന്ന് പറഞ്ഞാൽ വേദാന്തികളോട് പ്രതികൂലന്മാരാണ്. എന്താ അവർ പറയണത്? ന ആത്മാ ഇതി അസ്തി ഇതി വദന്തഃ, ആത്മാവ് എന്നൊന്നും ഇല്ല, വെറുതെ പറയണ്ട. എന്താ ആത്മാവ്? അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവർ പറയണത്.
നഹി ഘടാദോ പ്രത്യക്ഷ വിഷയെ കശ്ചിത് വിപ്രതിപദ്യതേ നാസ്തി ഘട ഇതി. നോക്കൂ, പ്രത്യക്ഷമായ ഒരു വിഷയമാണ് ഘടം, കുടം. അപ്പോൾ കുടത്തിനെ സംബന്ധിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രത്യക്ഷമായ കുടത്തെ സംബന്ധിച്ച് ഇവിടെ മൺകുടമുണ്ട് ഇല്ല എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം? നേരെ കുടം കാണിച്ചിട്ട് ഇത് കുടമാണെന്ന് പറഞ്ഞാൽ കുടമാണെന്ന് എല്ലാവരും സമ്മതിക്കും, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നഹി ഘടാദോ പ്രത്യക്ഷ വിഷയെ കശ്ചിത് വിപ്രതിപദ്യതേ നാസ്തി ഘട ഇതി സ്ഥാണ്വാദോ പുരുഷാദിദർശനാത് ന ഇതി ചേത്. സ്ഥാണു തുടങ്ങിയവയിൽ പുരുഷാദിദർശനം കാണപ്പെടുന്നത് കൊണ്ട് പ്രത്യക്ഷവാദം പോലും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞാലോ? അതായത് ശ്രദ്ധിക്കണേ, ഒന്നിച്ചു പോകണം. പ്രത്യക്ഷത്തിന് വിഷയമായ വിഷയത്തിൽ ഏതാണ് ഉദാഹരണം പറഞ്ഞത്? ഘടം, കുടം. അവിടെ ഒരു വിപ്രതിപത്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ പറയാനൊക്കില്ല. സ്ഥാണ്വാദോ പുരുഷാദിദർശനാത്, തൂണ് തുടങ്ങിയവയിൽ മനുഷ്യൻ തുടങ്ങിയവയുടെ ദർശനം കാണപ്പെടുന്നത് കൊണ്ട് പ്രത്യക്ഷാദി വിഷയത്തിലും വിപ്രതിപത്തി ഉണ്ടെന്ന് പറഞ്ഞാലോ? തൂണ് തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ ഒരു തൂണ്. ഇപ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഒരാൾ നോക്കിയപ്പോൾ അതൊരു മനുഷ്യൻ ഇരിക്കുക എന്ന് മനസ്സിലായി. ഒരാൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കള്ളനെ തേടി നടക്കുന്ന ഒരു പോലീസാണ്. അയാൾ വിചാരിച്ചു ഇത് കള്ളൻ അവിടെ ഇരിക്കുകയാണ്. കാമുകനെ തേടി വന്ന കാമുകിയാണ്. അവൾ വിചാരിച്ചു എൻ്റെ കാമുകനാണ് അവിടെ ഇരിക്കുന്നത്. പോലീസ് അവിടെ എങ്ങാണ്ട് തന്നെ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കള്ളനാണ്. അവൻ വിചാരിച്ചു എന്ത്, അത് പോലീസാണ്. വാസ്തവത്തിൽ അതെന്താണ്? കള്ളനുമല്ല, പോലീസും അല്ല, കാമുകിയല്ല. അതൊരു മരത്തിൻ്റെ കുറ്റിയാണ്. അപ്പോൾ ഒരു മരക്കുറ്റി, പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന മരക്കുറ്റിയാണെന്ന് എല്ലാവരും അറിയുന്നില്ലല്ലോ. അപ്പോൾ പ്രത്യക്ഷ വിഷയത്തിലും വിപ്രതിപത്തി ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറയരുത്. നിരൂപിത അഭാവാത്, നിരൂപണം ചെയ്താൽ അതില്ലാണ്ടായി പോകുന്നുണ്ട്. നിരൂപണം ചെയ്യുന്നത് വരെ മാത്രമേ ഇത് കള്ളനാണോ പോലീസാണോ കാമുകിയാണോ കാമുകനാണോ എന്നൊക്കെയുള്ള ചിന്ത വരിക. നിരൂപണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഇത് മരക്കുറ്റിയാണെന്ന് മനസ്സിലാവും. നഹി പ്രത്യക്ഷേണ നിരൂപിതേ സ്ഥാണ്വാദൗ വിപ്രതിപത്തി ഭവതി. പ്രത്യക്ഷമായി നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ സ്ഥാണു തുടങ്ങിയവയിൽ വിപ്രതിപത്തിയില്ല. പ്രത്യക്ഷമായി നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ തൂണ് തുടങ്ങിയവയിൽ വിപ്രതിപത്തി ഇല്ല. വൈനാശികാഃ തു അഹമിതി പ്രത്യയേ ജായമാനേ അപി ദേഹാന്തര വ്യതിരിക്തസ്യ അസ്തിത്വം ന പ്രതിജാനതേ. എന്നാൽ എന്താ ചെയ്യുക? വൈനാശികന്മാർ, ബൗദ്ധന്മാർ അഹമിതി പ്രത്യയേ ജായമാനേ അപി, ഞാനെന്നുള്ള പ്രത്യയം അവർക്കും ഉണ്ടാവുന്നുണ്ട്. ഞാൻ എന്നുള്ള പ്രത്യയം എല്ലാവർക്കും ഇല്ലേ? ഞാൻ എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഇല്ലേ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശൂന്യവാദികളുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും ഞാൻ എന്നുള്ള ബോധമുണ്ട്. അപ്പം ഞാൻ എന്നുള്ള ബോധം ജായമാനേ അപി, ഉണ്ടാകുമ്പോൾ പോലും, ഉണ്ടായിരിക്കെ പോലും ദേഹാന്തര വ്യതിരിക്തമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അവരില്ല എന്നാണ് പറയണത്. ഇതിനൊരു സ്ഥായി ഭാവം ഇല്ല എന്നാണ് അവർ പറയണത്. ആത്യന്തികമായൊരു സത്യം ഇല്ല എന്നാണ് അവർ പറയണത്. തസ്മാത് പ്രത്യക്ഷ വിഷയവൈലക്ഷണ്യാത് പ്രത്യക്ഷാദിനാത്മാസ്തിത്വ സിദ്ധി. അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തെ സ്വീകരിച്ചാൽ ആത്മാസ്തിത്വം തെളിയിക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? പ്രത്യക്ഷം കൊണ്ട് ആത്മാസ്തിത്വം തെളിയിക്കാൻ
സാധിക്കില്ല. പ്രത്യക്ഷത്തെ പിൻപറ്റി വിചാരം ചെയ്താൽ ശരിയാണ്. പക്ഷേ ആ വിചാരത്തിൻ്റെ ദിശ മാറിപ്പോയില്ലേ? ഇവിടെ ലൗകായന്മാർ ഒരു വഴിക്ക് പോയി, ബൗദ്ധന്മാർ വേറെ വഴിക്ക് പോയി, നമ്മൾ വേറെ വഴിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷം ഇവിടെ പോരാ. അപ്പോൾ രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് എടുക്കാം. എന്താ രണ്ടാമത്തെ പ്രമാണം? പ്രത്യക്ഷം കഴിഞ്ഞാൽ അനുമാനം. പ്രത്യക്ഷം കഴിഞ്ഞ അനുമാനാണ്. അനുമാനത്തിലേക്ക് പോകാം. തഥാ അനുമാനാദപി ശ്രുത്യ ആത്മാസ്തിത്വേ ലിംഗസ്യ ദർശിതത്വാത് ലിംഗസ്യ ച പ്രത്യക്ഷ വിഷയത്വാത് ന ഇതി ചേത് ന ജന്മാന്തര സംബന്ധസ്യ അഗ്രഹണാത് ആഗമേന തോ ആത്മാസ്തിത്വേ അവഗതേ വേദപ്രദർശിത ലൗകിക ലിംഗവിശേഷൈശ്ച തദനുസാരിണഃ മീമാംസകാഃ താർക്കികാശ്ച അഹം പ്രത്യയലിംഗാനി ച വൈദികാന്യേവ സ്വമതിപ്രഭവാണീതി കൽപ്പയന്തഃ വദന്തി പ്രത്യക്ഷശ്ച അനുമേയശ്ച ആത്മാ ഇതി. സർവഥാ അപി അസ്തി ആത്മാ ദേഹാന്തര സംബന്ധി ഇത്യേവം പ്രതിപത്തുഃ ദേഹാന്തരഗത ഇഷ്ടാനിഷ്ടാദി പരിഹാരോപായ വിശേഷാർത്ഥിനഃ തദ്വിശേഷജ്ഞാപനായ കർമ്മകാണ്ഡം ആരബ്ധം. നതു ആത്മനഃ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛാ കാരണം ആത്മവിഷയം അജ്ഞാനം കർത്തൃഭോക്തൃസ്വരൂപാഭിമാനലക്ഷണം തദ്വിപരീത വിജ്ഞാനേന അപനീതം യാവദ്ധി തദ്ന അപനീയതേ താവദയം കർമ്മഫലരാഗദ്വേഷാദി സ്വാഭാവികദോഷപ്രയുക്തഃ ശാസ്ത്രവിഹിത പ്രതിഷിദ്ധതിക്രമേണ അപി വർത്തമാനഃ മനോവാക്കായൈഃ ദൃഷ്ടാദൃഷ്ട അനിഷ്ട സാധനാനി അധർമ്മസംജ്ഞകാനി കർമാണി ഉപചിനോതി ബാഹുല്യേന സ്വാഭാവികദോഷബലീയസ്ത്വത് തതഃ സ്ഥാവരാന്ത അധോഗതിഃ കദാചിത് ശാസ്ത്രകൃത സംസ്കാരബലീയസ്ത്വം തതഃ മന ആദിഭിः ഇഷ്ടസാധനം ബാഹുല്യേന ഉപചിനോതി ധർമാഖ്യം തദ്വിവിധം ജ്ഞാനപൂർവകം കേവലം ച. തത്ര കേവലം പിതൃലോകാദി പ്രാപ്തിഫലം ജ്ഞാനപൂർവകം ദേവലോകാദി ബ്രഹ്മലോകാന്ത പ്രാപ്തിഫലം തഥാ ച ശാസ്ത്രം ആത്മയാജി ശ്രേയാൻ ദേവയാജിനഃ ഇത്യാദി സ്മൃതിശ്ച ദ്വിവിധം കർമ്മവൈദികം ഇത്യാദ്യ സാമ്യേ ച ധർമാധർമ്മയോഃ മനുഷ്യത്വപ്രാപ്തിഃ ഏവം ബ്രഹ്മാദ്യ സ്ഥാവരാന്ത സ്വാഭാവിക അവിദ്യാദിദോഷവതി ധർമാധർമ്മസാധനകൃത സംസാരഗതിഃ നാമ രൂപ കർമാശ്രയാ തദേവ ഇദം വ്യാകൃതം സാധ്യസാധനരൂപം ജഗത് പ്രാഗുത്പത്തേഃ അവ്യാകൃതം ആസീത് സ ഏഷ ബീജാങ്കുരാദിവത് അവിദ്യാകൃതഃ സംസാരഃ ആത്മനി ക്രിയാകാരകഫലാധ്യാരോപലക്ഷണഃ അനാദിഃ അനന്തഃ അനർത്ഥഃ ഇത്യേതസ്മാദ് വിരക്തസ്യ അവിദ്യാനിവൃത്തയേ തദ്വിപരീത ബ്രഹ്മവിദ്യ പ്രതിപത്യർത്ഥ ഉപനിഷത് ആരഭ്യതേ. ഒന്നിച്ചു പോണേ, അല്ലെങ്കിൽ വരികേ വേണ്ട കൂടെ. ഒന്നിച്ച് പോകണം, അല്ലെങ്കിൽ വരരുത്. ഒന്ന് ശ്രദ്ധിക്കാണ്ടിരുന്നോളുക, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ കൂടെ പോകണം. കാരണം സങ്കീർണമായൊരു ഭാഷയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനാ ഇത്ര സങ്കീർണമായ ഭാഷയിൽ തുടക്കത്തിൽ തന്നെ പോണൊരു പോട്ടേന്നേ, ബാക്കിയുള്ളൊരു ഉപനിഷത്ത് പഠിച്ചാൽ മതി എന്നാണ് ഭാഷ്യകാരൻ്റെ വിചാരം. അതിനാണ് അകറ്റാൻ പറ്റുന്നത്രേ അകറ്റുക. എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കഠിനമായ എൻട്രൻസ് ടെസ്റ്റാണ്. ഇത് കഴിഞ്ഞാലേ നിങ്ങൾ ഉപനിഷത്ത് പഠിക്കുക. അയ്യോ സ്വാമി, അത് തെറ്റല്ലേ, എല്ലാവരെയും പഠിപ്പിക്കല്ലേ. എല്ലാവരെയും ധർമ്മശാസ്ത്രം വിളിച്ച് പഠിപ്പിച്ചോളൂ. ധർമ്മശാസ്ത്രം എല്ലാവരെയും വിളിച്ച് പഠിപ്പിച്ചോളൂ. ഉപനിഷത്ത് യോഗ്യന്മാരായവർ
അധികാരികൾ ഇരുന്നാൽ പറഞ്ഞു കൊടുത്താൽ മതി. എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട വിഷയമല്ല ഉപനിഷത്ത്. അതിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപനിഷത്തിന് തന്നെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ അപ്പുറത്ത് ഭാഷ്യകാരൻ്റെ പദ്ധതിയുണ്ട്. ഇത് ഭാഷ്യകാരൻ്റെ പദ്ധതിയാണ്. നോക്കാം. അപ്പോൾ പ്രത്യക്ഷം കൊണ്ട് ആത്മാസ്തിത്വം സാധിക്കില്ല പറഞ്ഞു. പ്രത്യക്ഷം കൊണ്ട് ആത്മാസ്തിത്വം സാധിക്കില്ല. അപ്പം പിന്നെ പ്രത്യക്ഷം പ്രവർത്തിക്കാതിരുന്നാൽ പ്രത്യക്ഷം കൊണ്ട് അറിയാത്തതിനറിയാൻ എന്താ വഴി? അനുമാനമാണ്. അതറിയാമല്ലോ. പ്രമാണങ്ങളെക്കുറിച്ച് ആദ്യം അറിയണേ. പ്രമാണങ്ങൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി, ആഗമം അഥവാ ശാസ്ത്രം. ഇങ്ങനെ 6 പ്രമാണങ്ങൾ നമുക്ക് വിസ്തരിച്ച് പറയാം. ചുരുക്കി പറഞ്ഞാൽ പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്നാൽ ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി എന്നിവ അനുമാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പ്രമാണങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പ്രത്യക്ഷമായിട്ടെന്ന് പറഞ്ഞാൽ കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, സ്പർശിക്കുക തുടങ്ങി ഇന്ദ്രിയങ്ങളെക്കൊണ്ട് നമ്മൾ നേരിട്ടറിയുന്നതാണ് പ്രത്യക്ഷജ്ഞാനം. ഇന്ദ്രിയങ്ങളെക്കൊണ്ട് നേരിട്ടറിയാൻ കഴിയാത്തതിനെ അനുമാനിച്ച് മനസ്സിലാക്കും. യുക്തിപൂർവ്വം മനസ്സിലാക്കും. അതാണ് അനുമാനിച്ച് മനസ്സിലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ എത്രമാത്രം ദോഷമുണ്ടെന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചു. കണ്ണിനുള്ളിലെ വസ്തുവെ പോലും കാണാൻ കണ്ണിന് കഴിയുന്നില്ല, പിന്നെയല്ലേ ബാക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലേ? അതെ, പ്രത്യക്ഷം വലിയ പ്രശ്നം തന്നെയാണ്. ഉപാധിയുടെ ഇവിടെ നമ്മളായിട്ട് വളരെ ബന്ധപ്പെടുന്ന ഒരാൾ, അതിപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അവർ ഈ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് വീണതാണ്. സ്കൂട്ടറിൽ നിന്ന് ഒന്ന് വീണു, അത്രയേ ഉള്ളൂ. സ്കൂട്ടറിൽ നിന്ന് പിന്നെ മണം അറിയില്ല, വാസന എന്നൊന്നുമില്ല, വാസനാക്ഷയം. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു അവരോട് മോക്ഷമായി. എന്ത് മുക്തിം പ്രാഹുസ്തതിഹ മുനയോ വാസനാതാനവം യത്. വാസന ഇല്ലാണ്ടായിച്ചാൽ മോക്ഷമായി. ആ വാസനയല്ല ഈ വാസന കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഏതായാലും വാസനയില്ല. ഞെളിയമ്പറമ്പ് കൊണ്ട് നിർത്തിയാലും അവർക്ക് പ്രശ്നമല്ല. അതെ. അപ്പോൾ പ്രത്യക്ഷത്തിൻ്റെ ദോഷം ബഹുവിധം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതിക്ക് കാരണമാകുന്ന പ്രമാണമാണ്. നമ്മൾ ഈ യുക്തിപൂർവ്വം അനുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പരിമിതി അതിനുണ്ട്, ഇല്ലേ? ഇന്നലെ വരെ ഒരാൾക്ക് എന്ത് പ്രത്യക്ഷജ്ഞാനമുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതമാണ് ഇന്നത്തെ അനുമാനം. ഇവിടെ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഒരു യൂണിറ്റ് കൊയിലാണ്ടി അടുത്ത് ഉണ്ട്. അപ്പോൾ അവിടെ ഒരിക്കൽ തർക്കശാസ്ത്രം പഠിപ്പിക്കാൻ പോയ പ്രൊഫസർ വേണ്ടാധീനം ചെയ്തതാണ് അയാൾ എന്നെ സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞത്. അയാൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ, ആ മലയുടെ മുകളിൽ പുകയുണ്ട്, നിങ്ങൾ എന്ത് മനസ്സിലാക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു അവിടെ നാടൻ ചാരായം കാശിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അയാൾ ഉദ്ദേശം എന്താ വെച്ചാൽ എത്ര എത്ര ധൂമഹ തത്ര തത്ര അഗ്നിഹി, എവിടെ എവിടെ പുക ഉണ്ടോ അവിടെ അവിടെ അഗ്നി ഉണ്ടാവണം. അതാണ്. എന്തുകൊണ്ട്? അത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? അടുക്കളയിൽ. ഇതാണ് വേണ്ട, അങ്ങനെയാണ് അനുമാനിക്കുക. പക്ഷേ ഇയാൾ ആകെ നിരാശനായി, കാരണം വിഷമായിപ്പോയി. ആ ഗ്രാമത്തിൽ, ഈ കുട്ടികൾ വരുന്ന ഗ്രാമത്തിൽ ഏറ്റവും അധികം നാടൻ ചാരായം കാച്ചുന്ന സ്ഥലമാണ്. എന്നിട്ട് തോണീൻ്റെ അടിയിലാക്കിയിട്ട് ബാരലിൽ കൊണ്ടുപോവുക. ഒഴിഞ്ഞ തോണി ഇങ്ങനെ തുഴഞ്ഞു പോകണ കാണാം. എന്തിനാണ് അവരിങ്ങനെ തോണി തുഴയണത്? അതിൻ്റെ അടിയിൽ സാധനം ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ആ നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ അവിടെ പുക ഉണ്ടെങ്കിൽ ചാരായം കാച്ചിനുണ്ട് എന്ന്. എന്തൊരു കഷ്ടം ആലോചിച്ചു. അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്തൊരു മരം ഇളകുകയാണ്. അപ്പോൾ നമ്മൾ എന്താ അനുമാനിക്കുന്നു? അവിടെ കാറ്റുണ്ടെന്ന് അനുമാനിക്കുന്നു.
എന്നാൽ പോയി പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഒരു കുരങ്ങൻ ഇരുന്ന് കുലുക്കുകയാണ്. കാറ്റുണ്ടോ? അപ്പം നമ്മുടെ അനുമാനം തെറ്റിയില്ലേ? ഇപ്പോൾ പ്രത്യക്ഷം പോലെ അനുമാനത്തിനും ദോഷങ്ങളുണ്ട്. മൂന്നാമത്തതാണ് ഉപമാനം. ഉപമാനം ശബ്ദജ്ഞാന അനുപാതിയാണ്. അതായത് നമ്മളോട് എപ്പോഴോ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ബോധമാണ്. എപ്പോഴോ കേട്ട ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബോധം ഉണ്ടാകുന്നതാണ്. നിനക്ക് ഗവയം എന്താണെന്നറിയോ എന്നാണ് ആചാര്യൻ ചോദിച്ചത്. ഗവയം എന്താണെന്നറിയാം? എനിക്കറിയില്ല. ഗവയം എന്താണെന്നറിയില്ല. അതൊരു മൃഗമാണ്, അത് പശുവിനെ പോലെ ഉണ്ടാവും, വളരെ വേഗത്തിൽ ഓടും കേട്ടോ. പശുവിനെ പോലെയാണ് ഏകദേശം. കുറച്ചൊരു നീല കളർന്ന വർണ്ണം ഉണ്ടാവും. ഇത്രയും മനസ്സിലായി. കുറച്ച് ദിവസം കഴിഞ്ഞു, പശുവിൻ്റെ ആകൃതിയിലുള്ള നീലവർണ്ണമുള്ളൊരു മൃഗത്തെ കണ്ടു. ഉടനെ ഇയാളെന്ത് മനസ്സിലാക്കി? അത് ഗവയമാണെന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. എങ്ങനെ തെറ്റാവാം? ഈ പശുവിനെ പ്രത്യേക വർണ്ണങ്ങൾ അടുപ്പിച്ചിട്ട് കാളയെ പ്രത്യേക വർണ്ണങ്ങൾ അടുപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പൈസയ്ക്ക് വേണ്ട വേണ്ടി വീട് വിടാന്തരം പോകും. അവർ വീട്ടുകാരൊക്കെ പൈസ കൊടുക്കും. കൊമ്പിനൊരു വർണ്ണം അടിക്കും, ദേഹത്ത് വേറെ വർണ്ണം അടിക്കും. അങ്ങനെയൊക്കെ സംഗതിയെ പശുവാണ്, ഗവയല്ല. അങ്ങനെ സംഭവിക്കാം. അതിന് തെറ്റ്. ശരിയായ ഗവയത്തെ കണ്ടുപോകും. ഇതാണ് ആ ഗവയല്ല, എന്താണ്? ഞാൻ കണ്ടു. വളരെ വേഗതയിൽ റോഡ് മുറിച്ച് കിടക്കണതാണ് കണ്ടത്, ഗാന്ധിനഗറിൽ വെച്ചിട്ട്. എന്ത് വേഗതയാണ് അതിനാ! പശുവിനെ പോലെ തന്നെ ഉണ്ട്. ഉപമാനം. ഉപമാനത്തിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനം ഉപമിതി. പിന്നെ അർത്ഥാപത്തിയാണ്. അർത്ഥാപത്തി ഇവൻ 2 ആഴ്ചയായി പരിപൂർണ ഉപവാസ വ്രതത്തിലാണ്. പരിപൂർണ ഉപവാസം. ഗാന്ധി ശിഷ്യനാണ്. എന്താണ് അതിനെന്താ പേര്? സത്യാഗ്രഹം അല്ലേ? സത്യാഗ്രഹമല്ലേ? സത്യാഗ്രഹമാണ്. അമ്മയ്ക്കെതിരായിട്ട് സത്യാഗ്രഹം ചെയ്യുകയാണ് 2 ആഴ്ചയായി. പക്ഷെ ഒരു ക്ഷീണവും ഇല്ല. മുഖത്ത് എന്തെങ്കിലും ക്ഷീണം കാണണ്ടേ? അല്ല, ഉഷാറായിരിക്കണു. തടി നല്ല 2 ആഴ്ച മുമ്പുള്ളതിനേക്കാൾ തടിയുണ്ട്. ഇതാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കി നമ്മൾ? ഇവൻ ഉപവാസം എന്ന് പറഞ്ഞാലും ആരും കാണാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന് ഇയാളെ അനുയായികൾ ടോർച്ചും കൊണ്ട് വരുന്നുണ്ട് സമരപ്പന്തലിൽ. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. സമരപ്പന്തലിൽ ടോർച്ചുമായിട്ട് അനുയായികൾ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൽ മനസ്സിലാക്കാം, വേറൊന്നുമില്ല. എന്താ ടോർച്ചിൻ്റെ ഉള്ളിൽ? ദോശ, പുട്ട്, ഇതൊക്കെയാണ് ടോർച്ചിൻ്റെ ഉള്ളിലുള്ളത്. ആ ടോർച്ച് വെക്കുന്നു, ടോർച്ച് കൊടുത്ത് അവർ പോകുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അർത്ഥാപത്തി. ഇനി അനുപലബ്ധിയാണ്. അനുപലബ്ധി ഒന്നിനെ ഉപലഭിക്കുന്നില്ല എന്നുള്ളതിലൂടെ അതിനെ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ആനയില്ല, ഈ സ്റ്റേജിൽ ഒരു ആനയില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിയാട്ടോ സ്വാമി പറഞ്ഞത്. എന്ത്? അവിടെ ആനയില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ആനയെന്ന് മനസ്സിലായി? അപ്പോൾ അത് ശബ്ദജ്ഞാനം കിടക്കുന്നുണ്ട് ആന എന്നുള്ളത്. അപ്പോൾ ഇല്ല എന്നുള്ളതിൻ്റെ ഉപലഭിക്കുന്നില്ല എന്നുള്ളതിലൂടെ വസ്തുജ്ഞാനം ഉണ്ടാവുന്നതാണ്. ഇങ്ങനെ അനുമാനവും ഉപമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയും ഒക്കെ ഒരു 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 വകുപ്പ് തന്നെയാണ്. അനുമാനത്തിൻ്റെ കൂട്ടത്തിൽ പെടുക. അത് മുഖ്യ പ്രമാണങ്ങൾ പ്രത്യക്ഷം, അനുമാനം, ആഗമെന്നാണ് പറയും. ഇതുകൊണ്ടൊന്നും അറിയാൻ കഴിയാത്തതിനെ അറിയാനാണ് ശാസ്ത്രം. ഈ പറഞ്ഞ ഒരു പ്രമാണത്തെ കൊണ്ട് അറിയാൻ കഴിയാത്തതിനെ ബോധിപ്പിക്കുന്നത് ശാസ്ത്രമാണ്, വേദം, ആഗമം. അതാണ് നമ്മുടെ അന്ത്യപ്രമാണം. അന്ത്യപ്രമാണം. ഒരാൾ പറയുകയാണ്, എനിക്ക് ശാസ്ത്രത്തിൽ ഞാൻ ശാസ്ത്രത്തെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് എവിടെ നിൽക്കക്കള്ളി ഉണ്ടാവില്ല എന്നർത്ഥം. അയാൾക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല, സന്തോഷം, വിരോധമൊന്നുമില്ല. അയാൾക്കൊരു നിൽക്കക്കള്ളിയില്ല അയാൾക്ക്. സനാതനധർമ്മി എന്ന് പറഞ്ഞാൽ വേദത്തെ പരമപ്രമാണമായി സ്വീകരിക്കുന്ന ആളാണ്.
വേദത്തെ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രമാണം ആക്കണമല്ലോ, എന്തിനെങ്കിലും ഒന്ന് സ്വീകരിക്കണ്ടേ. ഇല്ലെങ്കിൽ മനുഷ്യന് വല്ല സ്വസ്ഥത ഉണ്ടാവുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു പ്രമാണം വേണ്ടേ? എന്താ അഭിപ്രായം? ഞാൻ ഒരു പ്രമാണത്തെ സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹിപ്പീസം അല്ലേ, ഹിപ്പീസത്തിൽ ഒരു പ്രമാണത്തെ സ്വീകരിക്കുന്നില്ല, അവർ ഒരു പ്രമാണമില്ല. അമ്മ എന്തമ്മ? ആര് പറഞ്ഞ അമ്മയാണ്? എടാ നിൻ്റെ അമ്മയല്ലടാ, എന്തമ്മ? ജൈവ പ്രക്രിയ, പ്രസവം സംഭവിക്കും, അമ്മയ്ക്ക് കുട്ടിയോടോ കുട്ടിക്ക് അമ്മയോടോ ഒരു ബാധ്യതയില്ല, ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. സമൂഹത്തിൻ്റെ ഭാഗമല്ലടാ. എന്ത് സമൂഹം? ഒരു സമൂഹവും ഇല്ല. എനിക്ക് എങ്ങനെ തോന്നിയോ അങ്ങനെ, ഇത്രയേ ഉള്ളൂ. ഒന്നിനും പ്രതിബദ്ധതയില്ല. അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അത് അവർക്ക് കൊള്ളാം. പക്ഷെ അവർക്ക് നിൽക്കക്കള്ളിയില്ല, ഓരോ സ്ഥലത്തും ഒരു 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 നിൽക്കക്കള്ളിയില്ല. അപ്പോൾ വേദത്തെ പരമപ്രമാണമായി സ്വീകരിക്കുന്നു നമ്മൾ. ഇത്രയും പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. തഥാ അനുമാനാദപി, അതുപോലെ അനുമാനം കൊണ്ടും ആത്മാസ്തിത്വജ്ഞാനം ഉണ്ടാകുന്നില്ല. പിന്നെന്താ? ഇപ്പോൾ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും കഴിയില്ല വെച്ചാൽ ശ്രുതി, ശാസ്ത്രം കൊണ്ട് മാത്രമേ ആത്മാസ്തിത്വജ്ഞാനം ഉണ്ടാവൂ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ശ്രുത്യ ആത്മാസ്തിത്വേ ലിംഗസ്യ ദർശിതത്വാത്, ശ്രുത്യ ആത്മാസ്തിത്വേ ലിംഗസ്യ ദർശിതത്വാത് ലിംഗസ്യ ച പ്രത്യക്ഷ വിഷയത്വാത് ന ഇതി ചേത് ന. വളഞ്ഞ വഴി, എങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുക നോക്കൂ. ശ്രുത്യ, ശ്രുതി കൊണ്ട് ആത്മാസ്തിത്വത്തിന് ശ്രുതി പ്രമാണമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ആത്മാസ്തിത്വത്തിന് ശ്രുതി പ്രമാണമാണ്. ആയിരക്കണക്കിന് ശ്രുതിവാക്യങ്ങൾ കേവലമായ ഉണ്മയാണ്, അസ്തിത്വമാണ് ആത്മാവെന്ന് ബോധിപ്പിക്കുന്നു. അസ്തിത്വേവോപലബ്ധവ്യ, ഉണ്ട്, ആകുന്നു എന്നറിയേണ്ടതാകുന്നു. അസ്തീതി ബ്രുവതോന്യത്ര കഥം തതുപലഭ്യതേ. ഇതൊക്കെ നോട്ട് ചെയ്യണേ. പിന്നെ എപ്പോഴങ്ങനെ വരുമ്പോൾ എവിടുന്ന പിന്നെ ചോദിച്ചാൽ ഏതാ ചോദിച്ചാൽ അറിയില്ല പറയും. വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഉണ്ട്, ആകുന്നു എന്ന് അറിയുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് എവിടെ അറിയുന്ന ചോദിച്ച്, എന്തെങ്കിലും ഒന്ന് ഉണ്ട് നമ്മൾ പറഞ്ഞാൽ ആ ഉണ്മയാണ് ആത്മാവ്. അല്ലാണ്ട് എവിടെ അറിയാനാ? വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ എവിടെ ആത്മാവിനറിയും? ഉണ്ട് എന്നുള്ളിടത്താണ് അറിയുക. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുന്നത് ഉണ്മയാണ് ആത്മാ. ഇങ്ങനെ ആയിരക്കണക്കിന് ശ്രുതി പ്രമാണങ്ങളുണ്ട്. അപ്പോൾ ആത്മാസ്തിത്വേ ശ്രുത്യ ലിംഗസ്യ ദർശിതത്വാത്, ആത്മാവുണ്ട് എന്നുള്ളതിന് ശ്രുതി ലിംഗം കാണിക്കുന്നു. ശ്രദ്ധിക്കുക, ആത്മാവുണ്ടെന്ന് ശ്രുതി പറയല്ല, ഉണ്ടെന്നുള്ളതിന് ശ്രുതി ലിംഗം കാണിക്കുന്നു. എന്താ ലിംഗം? ബാഹ്യലക്ഷണം. ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം. അതെന്താ? അത് കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ കാണിക്കുന്ന എന്തോ ഒരു ചൈതന്യവിശേഷം ഉണ്ട്. ആ ചൈതന്യവിശേഷം ഇല്ലെങ്കിൽ കണ്ണുണ്ടെങ്കിലും കാണില്ല. അതാണ് ഒരു ലിംഗം. അപ്പോൾ കാണുന്നു എന്നുള്ളത് ഒരു ലിംഗമാണ്. യശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം. ചെവി കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ എന്തിനെ കൊണ്ടാണോ ചെവി കേൾക്കുന്നത് അങ്ങനെ ഒന്നുണ്ട്. അതാണ് ലിംഗം. ഇങ്ങനെ ആത്മാസ്തിത്വത്തെ ശ്രുതിയാൽ ആത്മാസ്തിത്വത്തിന് ലിംഗം എടുത്ത് കാണിക്കപ്പെടുന്നു. മനസ്സിലാവുണ്ടല്ലോ? ദർശിതത്വം അത് ലിംഗസ്യ ച പ്രത്യക്ഷ വിഷയത്വാദിന. അപ്പോഴായ അങ്ങനെയാണെന്ന് വെച്ചാൽ ലിംഗം പ്രത്യക്ഷ വിഷയമാണല്ലോ. പ്രത്യക്ഷം കൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞു. ശരി, സന്തോഷം. അനുമാനം കൊണ്ടും ഇല്ല, സന്തോഷം. ശാസ്ത്രം കൊണ്ടുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രം ആത്മാസ്തിത്വത്തെ ലിംഗം കൊണ്ടാണല്ലോ ബോധിപ്പിക്കണത്. മനസ്സിലായില്ല? അയാൾ എണീറ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നടത്തിപ്പിക്കുന്ന ഒരു ചൈതന്യം അയാളിൽ ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലിംഗം, അങ്ങനെയാണ് പോവുക.
കാറ്റ് പോയ ആൾ നടക്കുന്നില്ല, മരിച്ച ആൾ നടക്കുന്നില്ല. മരിച്ച ആൾ നടക്കുന്നില്ല. അപ്പോൾ പറയാണ് ഈ ലിംഗസ്യജ പ്രത്യക്ഷ വിഷയം, ഈ ലിംഗം പ്രത്യക്ഷ വിഷയമല്ലേ. അപ്പോൾ പ്രത്യക്ഷത്തിന് പറഞ്ഞ ദോഷം അതിലൂടെ ഉണ്ടാവുന്ന അറിവിനും വരില്ലേ? പ്രത്യക്ഷത്തിന് എന്ത് ദോഷം നിങ്ങൾ പറഞ്ഞോ, അത് പ്രത്യക്ഷമാകുന്ന ലിംഗത്തെ സ്വീകരിച്ചുണ്ടാകുന്ന അറിവിനും വരില്ലേന്ന് ചോദിച്ചാൽ നാ, ഒന്നുമില്ല. നാ ജന്മാന്തര സംബന്ധസ്യ അഗ്രഹണാത് ജന്മാന്തര സംബന്ധിയായിരിക്കുന്ന ആത്മജ്ഞാന വിഷയത്തിൽ വേറൊരു പ്രമാണം ഇല്ലാത്തതുകൊണ്ട്, ജന്മാന്തര സംബന്ധിയായ ആത്മാസ്തിത്വത്തിൽ വേറൊരു പ്രമാണമില്ലാത്തത് കൊണ്ട് ഈ പ്രമാണത്തെ സ്വീകരിക്കുകയല്ലാതെ വേറെ വഴി ഇല്ല. അല്ല, ഉണ്ട് എന്നുള്ളവർ നോക്കിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. ശാസ്ത്രമല്ലാതെ, വേദമല്ലാതെ, ശ്രുതിയല്ലാതെ ജന്മാന്തര സംബന്ധിയായ ആത്മാസ്തിത്വത്തിന് വേറൊരു പ്രമാണം ഇല്ലാത്തത് കൊണ്ട് അതിനെ സ്വീകരിക്കുകയല്ലാണ്ട് എന്ത് ചെയ്യും? ആഗമേനതോ ആത്മാസ്തിത്വേ അവഗതേ വേദപ്രദർശിത ലൗകികലിംഗവിശേഷൈശ്ച തദനുസാരിണഃ മീമാംസകാഃ താർക്കികാശ്ച അഹം പ്രത്യയലിംഗാനി ച വൈദികാന്യേവ സ്വമതിപ്രഭാവാണി കൽപ്പയന്തഃ വദന്തി പ്രത്യക്ഷശ്ച അനുമേയശ്ച ആത്മാ ഇതി. വേദം കൊണ്ടും വേദപ്രമാണം കൊണ്ടും വൈദിക ലൗകിക ലിംഗങ്ങളെക്കൊണ്ടും ആത്മാവിൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞ ശേഷം പൂർവമീമാംസകന്മാരും നൈയായികന്മാരും ഈ അഹം പ്രത്യയം ഉണ്ടല്ലോ, അഹം പ്രതീതി, അഹം പ്രത്യയം, ഞാനെന്നുള്ള ഒരു പ്രത്യയം, ആ പ്രത്യയത്തെ പിൻപറ്റി ആത്മാസ്തിത്വത്തെ ബോധിപ്പിക്കുന്നതിന് കേവലം സ്വമതിപ്രഭവാണീതി കൽപ്പയന്തഃ, ഇതൊക്കെ സ്വന്തം ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്നതാണെന്ന് കൽപ്പിച്ചിട്ട്, സ്വമതിപ്രഭവാണീതി കൽപ്പയന്തഃ, ബുദ്ധിപ്രഭവങ്ങളാണ് ഇത്, ആത്മാസ്തിത്വം വേദത്തിലൂടെ ഒന്നും മനസ്സിലാവുകയൊന്നും ചെയ്യില്ല, ഇത് ഈ ലിംഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആത്മാസ്തിത്വത്തെ സമർത്ഥിക്കുന്നത് സ്വമതി പ്രഭവങ്ങളാണ്, സ്വന്തം ബുദ്ധി പ്രഭവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കേവലം ബുദ്ധി കൊണ്ട് അനുമാനിക്കേണ്ടതും പ്രത്യക്ഷവുമാണ് എന്ന് അവർ പറയുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആത്മാവല്ല. ഈ ലിംഗങ്ങളെ കൊണ്ട് നമ്മൾ ആത്മാവിനെ അനുമാനിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിപ്രക്രിയ കൊണ്ട് അതിനെ വിഷയീകരിക്കുക ചെയ്യണത്. അതുകൊണ്ട് അനുമേയമാണ് ആത്മാവ്. അതിനൊരു ശാസ്ത്രപ്രമാണത്തിൻ്റെ ഉപനിഷത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ആര് പറയുന്നു? മീമാംസകന്മാർ, താർക്കികന്മാരെന്ന് പറഞ്ഞാൽ വൈശേഷിക നൈയായികവാദികളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കലഹത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ പിന്നെ എന്തിനാ സ്വാമി വായിക്കണത്? നേരെ നമുക്ക് മന്ത്രം വായിച്ചാൽ പോരെ, ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടന്നാൽ പോരെ. അവിടെയാണ് ഭാരതത്തിൻ്റെ വൈജ്ഞാനിക പ്രക്രിയ എത്രമാത്രം സൂക്ഷ്മമായിരുന്നു എന്നെങ്കിലും മനസ്സിലാക്കി അഭിമാനിക്കെങ്കിലും വേണ്ടേ നമുക്ക്. ഇന്നിപ്പോൾ ആവശ്യമില്ല ഇതൊന്നും, കാരണം ഇന്ന് താർക്കികനും ഇല്ല, മീമാംസകനും ഇല്ല. ഇപ്പോൾ ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ തല്ലുകൂടാനും പാടില്ല. മനസ്സിലായില്ല?
ഒരിക്കലും ഇന്ന് സനാതനധർമ്മികൾ വൈദിക ധർമ്മികൾ പരസ്പരം തല്ലുകൂടാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ഒരാൾ പറയുകയാണ് ഞാൻ ശൈവനാണ്, സന്തോഷം, നീ ഇരിക്കുക. വൈഷ്ണവനാണ് ഞാൻ, സന്തോഷം, നീ ഇരിക്കുക. ഒരാൾ ഞാൻ ദ്വൈതിയാണ്, നിങ്ങൾ അദ്വൈതിയല്ലേ, നിങ്ങൾ പുരിയല്ലേ, സിദ്ധാന്തപുരി. അപ്പോൾ എന്താണ്, നിങ്ങൾ ശങ്കര പരമ്പരയാണ്, നിങ്ങൾ അദ്വൈതികളാണ്, ഞങ്ങൾ തർക്കത്തിന് വന്നിരിക്കുകയാണ്, ഞങ്ങൾ ദ്വൈതികളാണ്. എടോ നമുക്കൊരു തർക്കമില്ല, നമ്മൾ ഒന്നാണ്, വാ ഇരി, ഒന്നിച്ച് ചായ കുടിക്കാം. ഇന്നതാ വേണ്ടത്, ഇന്ന് തല്ലല്ല വേണ്ടത്. ഇവിടെ ദ്വൈതി അദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും പറഞ്ഞ് ഇനിയും തല്ലാൻ നിന്നാലുള്ള സ്ഥിതി എന്താ? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വേണ്ട. പക്ഷേ പിന്നെ എന്തിനത് പഠിക്കണം എന്ന് ചോദിച്ചാൽ, എത്രമാത്രം സൂക്ഷ്മമായി മീമാംസ ചെയ്ത് വിചാരം ചെയ്ത് തത്വത്തെ സിദ്ധമാക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ബോധിപ്പിക്കണം നമ്മൾ. ഭഗവാൻ ഭാഷ്യകാരൻ എത്ര സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് നിഗമനത്തിലെത്തിയതെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം, അല്ലാണ്ട് ഇന്നത് പ്രസക്തമല്ല. ഇന്ന് എന്ത് മീമാംസകൻ, ഇന്നെല്ലാവരും ഒന്നായിട്ടിരിക്കുക വേണ്ടത്. ഇത് കേവലം പ്രസംഗിച്ചാൽ പോരാ, ഇതെടുത്ത് കാണിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ചർച്ചയിൽ നമ്മൾ അവതരിപ്പിച്ചൊരു പ്രധാന വിഷയം ഇതാണ്. അതായത് ഈ ഇത്രയും വലിയ മഹിതമായ പാരമ്പര്യവും ശാസ്ത്രജ്ഞാനവും ഒക്കെ ഉണ്ടായിട്ടും ഇടക്കാലത്ത് വലിയൊരു ഒരു 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 ബന്ധമില്ലായ്മ നമുക്ക് സംഭവിച്ചു പോയി. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ, പരിഹാരങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ കാര്യകാരണങ്ങളിൽ രാഷ്ട്രീയമായ കാര്യകാരണങ്ങളുണ്ട്, സാമ്പത്തികമായ കാര്യകാരണങ്ങളുണ്ട്, ഈ സമ്പ്രദായങ്ങൾ വളരെ റിജിഡായി പോയതിൻ്റെ കാര്യകാരണങ്ങളുണ്ട്, ശാസ്ത്രീയമായ വർണ്ണ വ്യവസ്ഥ ജാതിയായി തെറ്റിദ്ധരിച്ചതിൻ്റെ കാര്യകാരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. വിസ്തരിച്ച് പറയാം. പക്ഷെ പരിഹാരം എന്ത് എന്നുള്ള വിഷയം ചിന്തിക്കുമ്പോൾ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്ന്, ഏകമായ അദ്വയമായ സത്യത്തെ ആകാവുന്നത്ര സമൂഹത്തിൽ നമ്മൾ പ്രസരിപ്പിക്കുക. രണ്ട്, സമ്പ്രദായ ഭേദങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ ദ്വൈതികളും അദ്വൈതികളും തമ്മിൽ തല്ലിയിരുന്നു എന്ന് ഇന്ന് പറയുന്നതിന് പകരം ഇന്ന് പരസ്പരം ആദരിക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും പഠിക്കുക. വേറൊന്നും വേണ്ട. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നവും. അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് പറഞ്ഞ വിഷയം ഇതാണ്. ഞാൻ സ്വാമി ചിദാനന്ദപുരിയാണ്. പുരി എന്ന് പറയുമ്പോൾ ശൃംഗേരി മഠത്തിൻ്റെ ദശനാമങ്ങളിൽ ശൃംഗേരി മഠത്തിൽ ഉൾപ്പെട്ട സന്യാസി നാമമാണ്. അതായത് ശങ്കര പരമ്പരയാണ്. നമ്മൾ പിൻപറ്റുന്നത് അദ്വൈത ചിന്താപദ്ധതിയാണ്. എന്നാൽ ദ്വൈത ചിന്താപദ്ധതിയിലെ ഒരാചാര്യൻ നമ്മളെക്കാൾ സന്യാസത്തിൽ സീനിയറായിട്ടുള്ള ആൾ വന്നാൽ ഞാൻ അയാളെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും. രഹസ്യമായി റൂമിൽ കൊണ്ടുപോയിട്ടല്ല, പബ്ലിക്കായിട്ട് ചെയ്യും. മുതലക്കുളം മൈതാനത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെയല്ലേ അത് 1000 പേജ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരു സന്ദേശത്തെ നൽകും. ഇതാണ് ഇന്ന് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെക്കാൾ സീനിയർ അല്ലാത്ത ഒരാളാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം? ആ ഒറ്റ കെട്ടിപ്പിടുത്തത്തിൽ വലിയൊരു സന്ദേശം നൽകപ്പെടുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഞങ്ങൾ താന്ത്രികന്മാരാണ്, ഞങ്ങൾ വൈദികന്മാരാണ്, ഞങ്ങൾ വേദാന്തികളാണെന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഇങ്ങനെ താർക്കികന്മാർ, അതുപോലെ മീമാംസകന്മാർ അഹംപ്രത്യയ ലിംഗാനിച്ച വൈദികാന്യേവ സ്വമതിപ്രഭവാണി, വൈദിക ലിംഗങ്ങളെ നിരൂപണം ചെയ്ത് ആത്മാസ്തിത്വത്തെ ബോധിപ്പിക്കുന്നത് പോലും സ്വമതിപ്രഭവങ്ങളാണ്, സ്വന്തം ബുദ്ധിപ്രഭവങ്ങളാണ്. അതുകൊണ്ട് ഈ ആത്മാവും അനുമേയമാണ് എന്ന് അവർ സമർത്ഥിച്ചു. സമർത്ഥിച്ചു എന്ന് പറയാൻ വയ്യ, പറഞ്ഞു. അതായത് ആഗമത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉപനിഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഉപനിഷത്ത് പഠിച്ചിട്ട് സമയം കളയണ്ട എന്നുള്ള അർത്ഥത്തിൽ മീമാംസകന്മാരും താർക്കികന്മാരും പറഞ്ഞു.
സർവഥാപി അസ്തി ആത്മാ ദേഹാന്തരസംബന്ധിത്യേവം പ്രതിപത്തുഃ ദേഹാന്തരഗത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ വിശേഷാർത്ഥിന. 1:10 അപ്പം നീങ്ങില്ല തീരെ. എന്നാൽ ഇവിടെ നിർത്തുക. പ്രത്യക്ഷഃ ച അനുമേയശ്ച ആത്മാ ഇതി. പ്രത്യക്ഷശ്ച അനുമേയശ്ച ആത്മാ ഇതി നിർത്തുക. ഓക്കെ, അടുത്ത പ്രാവശ്യം ആവാം.